നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്നലെ അർജന്റീന ഈജിപ്ത് മത്സരം നിയന്ത്രിച്ച റഫറിക്കെതിരെ ഈജിപ്ഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് ഔദ്യോഗികമായി തന്നെ ഫിഫയ്ക്ക് പരാതി നൽകി. റഫറി ഒട്ടും ഫെയർ ആയിട്ടല്ല, ഒട്ടും നീതിപൂർവമല്ല ആയിട്ടല്ല കളി നിയന്ത്രിച്ചത്. റഫറിയെ ഇനി ഈ ലോകകപ്പിൽ ഒരു കളിയിലും ഉപയോഗിക്കാൻ പാടില്ല, ഒരു കളിയും നിയന്ത്രിക്കാൻ അദ്ദേഹത്തെ അനുവദിക്കരുത്, അദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണം എന്നാണ് ഈജിപ്ത് ഫിഫയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ റഫറി മാത്രമല്ല, പ്രധാനപ്പെട്ട റഫറി, മെയിൻ റഫറി മാത്രമല്ല, അദ്ദേഹത്തിനൊപ്പമുള്ള സഹ റഫറിമാർ, വാർ ചെക്കിന് വേണ്ടിയിട്ടുള്ള റഫറിമാർ, ഇവരെല്ലാം മാറ്റി നിർത്തണം. ഇവരെല്ലാം അൺഫെയർ ആയിട്ടാണ് ഈജിപ്തിനോട് പെരുമാറിയത് എന്ന് പരാതിയിൽ പറയുന്നുണ്ട്. അവർ ഔദ്യോഗികമായി തന്നെ പരാതി പറഞ്ഞിരുന്നു. നേരത്തെ ഈജിപ്ഷ്യൻ കോച്ച് ഹൊസം ഹസനും അവരുടെ സ്റ്റാർ സ്ട്രൈക്കർ സീക്കോയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. മെസ്സിക്കും പണത്തിനും വേണ്ടിയാണ് ഈ ലോകകപ്പ് നടത്തുന്നത് എന്നതുൾപ്പെടെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഈജിപ്ത് ഔദ്യോഗികമായി തന്നെ പരാതി നൽകിയിരിക്കുന്നു. ഇവരെ, റഫറിയെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണം. ഇതിൽ അൺഫെയർ ആയിട്ട് ഒട്ടേറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് ആ പരാതിയിൽ പറയുന്നത്. ഈജിപ്തിൻ്റെ കോച്ച് ആരോപിച്ചത് അവർക്ക് അനുകൂലമായ ഒരു പെനാൾട്ടി വിധിച്ചില്ല, അവർക്ക് നൽകേണ്ട ഒരു പെനാൾട്ടി കൊടുത്തില്ല, അവരുടെ ഏറ്റവും ന്യായപൂർവമായ ഒരു ഗോൾ, ന്യായമായിട്ടുള്ള ഒരു ഗോൾ ഡിസലോ ചെയ്തു, അത് നിഷേധിച്ചു എന്നൊക്കെ നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ ചൂട് പിടിച്ചാണ് ഇപ്പോൾ ഈജിപ്ത് ഔദ്യോഗികമായി തന്നെ ഫിഫയ്ക്ക് പരാതി നൽകിയിട്ടുള്ളത്.